കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെയൊക്കെ ചെറുപ്പത്തിലെ അമ്മ വീട്ടില് പപ്പടം ഉണ്ടാക്കുമ്പോ പപ്പടം കുറച്ച് പിടിച്ചിട്ട് കമ്പി കൊണ്ട് ഒരു കുത്തു എന്താണെന്ന് വെച്ചാൽ പൊളച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കുറെ പപ്പടം ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ നല്ല പോളയുള്ള പപ്പടം ഇഷ്ടം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തിയും ചോറൊക്കെ കൂട്ടിയിട്ട് ഈ പപ്പടത്തിന്റെ പോളയുടെ അവിടുന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് പപ്സ് പോലെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ കഴിച്ചിട്ടുള്ളവർ കുറെ പേരുണ്ടാവും. മിക്കവാറും എന്റെ പ്രായത്തിലുള്ളവരായിരിക്കും. ഇപ്പത്തെ പിള്ളേർ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ അങ്ങനെ കഴിക്കുമ്പോ എന്റെ പിള്ളേർ വിളിക്കും അമ്മയ്ക്ക് എന്താന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു സീൻ മനസ്സിൽ വെച്ചിട്ട് വേണം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ. ഒരു നൊസ്റ്റു വീഡിയോ ആണ്, അതിന്റെ പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാനൊരു 10 ഫ്രഷ് പപ്പടം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-12 വറ്റൽമുളക്, ഒരു 10-12 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഇവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് നട്ട്സ്, ഇത് ഓപ്ഷണലാണ്, ഒരു ചെറിയ നെല്ലിക്കര വലുപ്പത്തിലുള്ള വാളൻപുളി, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, പിന്നെ ഇവിടെ ഞാനൊരു മുറി ചെറിയ നാളികേരത്തിന്റെ ഒരു മുറി എടുത്തിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. ഉപ്പ് വേണം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിക്കാം. അപ്പൊ ഈ പപ്പടം വറുത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ കഴിക്കാറ്. വറുത്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഇനി പപ്പടം വറുത്തത് ബാക്കി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഈ സംഭവം ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങളിവിടെ സാധാരണ പപ്പടം വറുക്കണേറ്റവും കൂടുതൽ ചുട്ട് കഴിക്കാണ് ചെയ്യാറ്. അപ്പൊ ഹെൽത്തി സൈഡ് നോക്കണവർക്ക് ഇത് നന്നാവുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ചുട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അടുപ്പില എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടെടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് മറ്റേ വിറകിട്ട അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയേ നമുക്ക് പറ്റുള്ളൂ. ഗ്യാസിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കാനാണ് എളുപ്പം. അപ്പൊ നമ്മുടെ 10 പപ്പടം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എണ്ണയില് വറുത്തെടുക്കാണ് പപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്യുക, വറുത്തെടുക്കുന്നവരെ അങ്ങനെ ചെയ്യുക. ഇനി ഒരു ചീനച്ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ചുവന്നുള്ളി, വറ്റൽമുളക്, ഇഞ്ചി അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തു കേട്ടോ. അതുപോലെ 3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഈ നട്ട്സ് വേണ്ടവരിട്ടാൽ മതി. അതിന് പ്രത്യേക ഫ്ലേവർ കൊടുക്കുക, അതുകൊണ്ടാണ് നട്ട്സ് ആഡ് ചെയ്തത്. കറിവേപ്പില ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിട്ട ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്ലൂസൻറ്റ് ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. മുളകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഒരു 2 മിനിറ്റോളാണ് ഞാൻ വഴറ്റിയത്. അപ്പൊ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലെ ഒരു കപ്പിലേക്ക് ഇടണം. അപ്പൊ അതൊന്ന് നമ്മൾ മിക്സിയുടെ കപ്പിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ പപ്പടമായിട്ട് പൊട്ടിച്ചിടാം, മിക്സിയുടെ കപ്പിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കേട്ടോ. സംഭവം പൊടിഞ്ഞോളും. കൂടെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നോടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പപ്പടം കൂട്ടിയിട്ടിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇട്ട് കൊടുക്കാം.
കുറച്ച് വെള്ളം മാത്രം ചേർക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചമ്മന്തി, അതായത് ചുട്ട പപ്പടം വെച്ചുള്ള ചമ്മന്തി റെഡിയായി കഴിഞ്ഞു, അല്ലെങ്കിൽ വറുത്ത പപ്പടം വെച്ചുള്ള ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പലവിധ ഓർമ്മകളാണ് വരിക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ട പപ്പടവും ചമ്മന്തി കൂട്ടി കഴിക്കില്ല, അത് രണ്ടും നമ്മളുടെ കോമ്പിനേഷൻ ഒരുമിച്ച് വരിക. ഇത് എന്താ പറയാ, ചൂട് ചോറിന്റെ ഒപ്പം കഞ്ഞീന്റെ ഒപ്പം എന്താ പറയാ, ഒരു പറ ചോറുണ്ണാൻ പറ്റും. അത്ര ടേസ്റ്റ് ആണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വാദാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അപ്പൊ നമുക്ക് അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.